റിനു, ഗുഡ് മോർണിംഗ്. തിങ്കളാഴ്ച നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുമോ എന്നത് ഒരു ചോദ്യമായി നിൽക്കുന്നു. ഒപ്പം തന്നെ വി.ഡി. സതീശന്റെ ഭാഗത്തു നിന്നുണ്ടായ കർശനമായ ചില നിലപാടുകളും ചർച്ചയാവുകയാണല്ലോ. ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, ഉന്മേഷ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടം നിയമസഭയിൽ എത്തുമോ എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു കാരണം. ഏകദേശം 20ഓളം ദിവസമായി രാഹുൽ തൻ്റെ വീട്ടിൽ നിന്ന് പോലും പുറത്തിറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വലിയ വിവാദങ്ങൾക്ക് ശേഷം തിങ്കളാഴ്ച നിയമസഭാ സമ്മേളനം ആരംഭിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് ഔദ്യോഗികമായി തന്നെ സ്പീക്കർക്ക് കത്ത് നൽകിയിരിക്കുന്ന ഒരു സാഹചര്യം. രാഹുൽ മാങ്കൂട്ടത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം. അതോടുകൂടി കോൺഗ്രസിൽ നിന്നുള്ള വിപ്പ് നഷ്ടമായിരിക്കുന്നു രാഹുലിന്. ഒരു തരത്തിലുള്ള സംരക്ഷണവും കോൺഗ്രസിൽ നിന്നുണ്ടാകില്ല. സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടം MLA നിയമസഭയിലെത്തിയാൽ വലിയ പ്രതിഷേധത്തിലേക്ക് പോകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്ക് പോകിയാൽ ഒരു സംരക്ഷണവും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് ഉണ്ടാകില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് ഇന്നലെ നേതാക്കൾ പരസ്യമായി തന്നെ അറിയിക്കുകയും ചെയ്തു. പക്ഷേ ഇന്നലെ ഉച്ചവരെയും ഇത്തരത്തിലൊരു തീരുമാനം എടുത്തില്ല. V.D. സതീശന്റെ ഒരു ഇടപെടലാണ്, അല്ലെങ്കിൽ ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു ഇടപെടലാണ് ഈ ഒരു കത്ത് നൽകുന്നതിന് വേണ്ടി ഉള്ള ഒരു മാനദണ്ഡം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ലഭിക്കുന്ന വിവരം, V.D. സതീശൻ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു കത്ത് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ നടത്തുകയും കത്ത് കൈമാറുകയും ഔദ്യോഗികമായി സ്പീക്കറെ അറിയിക്കുകയും ചെയ്തു. എന്തായാലും സ്പീക്കറാണ് ഇനി രാഹുൽ മാങ്കൂട്ടത്തിന് സംരക്ഷണം നൽകേണ്ടത്. ഉന്മേഷ്. റിനു ശ്രീധറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.